ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തരകർമ്മി ആത്മീയതയുടെ 236 സെഷനാണല്ലോ ഇത്. 7-ാം സദനത്തെക്കുറിച്ചുള്ള 10-ാമത്തെ വിചിന്തനവും. ഹാലലൂയ ഹാലലൂയ. 7-ാം സദനത്തെക്കുറിച്ചുള്ള 4 അധ്യായങ്ങളിൽ 2-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ ഖണ്ഡികയിലാണല്ലോ നമ്മൾ കഴിഞ്ഞ സെഷനിൽ കണ്ടു നിർത്തിയത്. ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദൈവവുമായുള്ള ഈ 7-ാം സദനത്തിൽ അമദ്രസ്യ വിരിക്കുന്ന പോലെയുള്ള ഐക്യത്തിലേക്ക് വരുമ്പോഴാണ് എന്ന് അമദ്രസ്യ പറഞ്ഞിട്ട്, നമ്മുടെ കുറ്റം കൊണ്ടല്ലയോ നമ്മളിത് ഗ്രഹിക്കാൻ പറ്റാത്ത അവസ്ഥ തുടരേണ്ടി വരുന്നത് എന്ന് പറയുകയാണ്. നമ്മുടെ രാജാവ് നാഥനുമായ ഈശോ മിശിഹായുടെ വചനങ്ങൾ ഒരിക്കലും തെറ്റുകയില്ല. ഈശോ പറഞ്ഞ വാക്ക് വരുന്നിട്ട്, ആ ദിവസം നിങ്ങൾ അറിയും ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും ഞാൻ പിതാവിലുമാണ് എന്നുള്ള യോഹന്നാൻ 14:21. അതുപോലെ തന്നെ 17 നമ്മൾ കഴിഞ്ഞ കണ്ട അവസ്ഥയെ എടുത്ത് പറയുന്ന 20-ാം വാക്യം, അവർ പൂർണ്ണമായിട്ടും നമ്മിലായിരിക്കാൻ, നമ്മൾ പരസ്പരം പൂർണ്ണമായിട്ട് ഒന്നായിരിക്കുന്നത് അവർ തമ്മിൽ ഒന്നാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം അങ്ങനെ ഈശോ പ്രാർത്ഥിച്ചുവെങ്കിൽ ആ പ്രാർത്ഥനയുടെ ഓരോ വാക്കും പ്രാർത്ഥനയുടെ നിയോഗവും 100% നമുക്ക് പ്രാപ്യമാണ്, സാധിക്കുന്നതാണ്. നമുക്ക് സാധിക്കാത്ത കാര്യം ഒന്നും ഈശോ നമ്മൾ പറഞ്ഞിട്ടില്ല, വാഗ്ദാനം തന്നിട്ടില്ല, അതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല ഈശോ. താമസ പറയുന്നത്, കർത്താവ് ഈശോ മിശിഹായുടെ വചനങ്ങൾ ഒരിക്കലും തെറ്റുകയല്ല. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടി അവിടുന്ന് വെളിപ്പെടുത്തിയ ദൈവത്തിൻ്റെ ഭാഗം തന്നെയാണിത്. നാം ഒരുങ്ങാത്തത് കൊണ്ടും ഈ വെളിച്ചത്തെ തടയുന്നതെല്ലാം ഉപേക്ഷിക്കാത്തത് കൊണ്ടും നേർവഴി കാണാതെ വഴിതെറ്റി പോകുന്നതിനാൽ നമ്മുടെ രൂപം ചിത്രിതമായിരിക്കുന്ന ഈ ദർപ്പണത്തിൽ നോക്കുമ്പോൾ നമ്മെ തന്നെ നാം കാണുന്നില്ല. അപ്പം നമ്മുടെ ആഭ്യന്തരകർമ്മ്യം, നമ്മുടെ ആത്മാവ് സ്ഫടികം കണ്ണാടിയിൽ മുഴുവൻ ചെളി പിടിച്ചിരിക്കുമ്പോൾ, കറ പറ്റിയിരിക്കുമ്പം സൂര്യപ്രകാശത്തിൽ നമുക്ക് തിരിച്ചു പിടിച്ചാൽ പോലും സൂര്യപ്രകാശത്തിൽ നിന്ന് പ്രതിഫലിക്കുകയില്ല എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ആത്മാവ് സൂര്യനെ മുഴുവൻ പ്രതിഫലിപ്പിക്കാൻ മാത്രം പര്യാപ്തമായ നിർമ്മല കണ്ണാടി സ്ഫടികമായിട്ട് നിൽക്കേണ്ടതാണ്. പക്ഷേ പാപവും ഉത്കണ്ഠയും ആകുലതയും വ്യഗ്രതകളും എല്ലാം കയറി കടന്നിട്ട് നമുക്കത് ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനോ കാണാനോ അനുഭവിക്കാൻ പറ്റാതായി പോയിരിക്കുന്നത് നമ്മുടെ കുറ്റം കൊണ്ടാണ്, നമ്മൾ ഒരുങ്ങാത്തത് കൊണ്ടാണ്. ഈ വെളിച്ചം തടയുന്ന കാര്യങ്ങൾ സ്വാർത്ഥതയും പാപവും ലോകത്തിൽ ഉപേക്ഷിക്കാത്തതുകൊണ്ട് അമദ്രസ്യ പറയുകയാണ്. പ്രതിബദ്ധതയ്ക്ക് പിന്തിരിയാം. പേടസാധനത്തിൽ അനുഭവത്തിൽ പറഞ്ഞപ്പോഴാണ് അമദ്രസ്യ സങ്കടം പറഞ്ഞത്. നമ്മൾ കുറച്ച് പേര് മാത്രമല്ല ഇങ്ങോട്ട് എത്തുന്നുള്ള, എല്ലാവരും എത്തേണ്ടതല്ലേ നമ്മൾ നൊമ്പര അമദ്രസ്യ പറയുകയായിരുന്നു. പ്രതിബദ്ധതയ്ക്ക് തിരിയാം. കർത്താവ് തൻ്റെ ആസ്ഥാനമായ ഈ സദനത്തിലേക്ക്, ആത്മാവിൻ്റെ തന്നെ കേന്ദ്രം, ആഭ്യന്തരകർമ്മത്തിൻ്റെ ഉള്ളറ 7-ാം സദനം, ആത്മാവിനെ പ്രവേശിപ്പിക്കുമ്പോൾ ആത്മീയ ശക്തികളുടെയും ഭാവനയുടെയും അനിഷ്ടകരവും സമാധാന ഭഞ്ജകവുമായ സാധാരണ ചലനങ്ങളെല്ലാം നിലയ്ക്കുന്നുവെന്ന് തോന്നും. അപ്പം ആത്മീയ ശക്തികളുടെയും ഭാവനയുടെയും അനിഷ്ടകരവും സമാധാന ഭഞ്ജകവുമായ സാധാരണ ചലനങ്ങളെല്ലാം നിലയ്ക്കുന്നു. നേരത്തെ ഒരിക്കൽ അമദ്രസ്യ പറഞ്ഞ് ഓർമ്മിക്കുന്നുണ്ടോ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എനിക്ക് പരവിചാരം ഉണ്ടാകുന്നു. പരവിചാരത്തെ നിയന്ത്രിക്കാൻ പോകണ്ട. മസ്യ പറഞ്ഞു, നമ്മൾ ബാഹ്യ ആകാശത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതായ ഗ്രഹങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുകയല്ലോ. അതുപോലെയാണ് നമ്മുടെ ചിന്തകളെ, ഭാവനയെ, വിചാരങ്ങൾ നിയന്ത്രിക്കാൻ പോകുന്നത്. അത് നിയന്ത്രിക്കാൻ പോകണ്ട പറഞ്ഞ് ഓർമ്മിക്കുന്നുണ്ടല്ലോ. അത് പറയുകയുണ്ടായി, നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങും ഇച്ഛയും, വില്ല്, മനസ്സ്, നിശ്ചയം, അണ്ടർസ്റ്റാൻഡിങ്, ബുദ്ധി, അവഗാഹം, ഇത് രണ്ട് ദൈവത്തിൽ ചേർന്നിരിക്കുമ്പോഴും മനസ്സിങ്ങനെ ചാടിയെപ്പോലെ ചാടി പോകുന്നു പറഞ്ഞു വന്നുകൊണ്ടിരിക്കും. അതിന് പറയാൻ പോകണ്ട, അതിന് നിയന്ത്രിക്കാൻ നോക്കി സമയം കളയണ്ട, ക്ഷീണിതരാകണ്ട എന്നൊരാളെ മനസ്സ് പറയുകയുണ്ടായി. ദൈവം പിന്നീട് തക്ക സമയത്ത് നമ്മുടെ ഉള്ളത്തെ ഏറ്റെടുക്കുമ്പോൾ ഈ മേഖല മുഴുവൻ സ്വസ്ഥമാകും. ഈ ഭാവനയും മനസ്സിൻ്റെ വിചാരങ്ങളും പ്രവചനമെല്ലാം അവിടെ തീരും, ഒതുങ്ങും. അതാണ് ഇപ്പം മദ്രസ്യ പറയുന്നത്. അതെവിടെ സംഭവിക്കുന്നതാണ് പറയുന്നത്. കർത്താവ് തൻ്റെ ആസ്ഥാനമായ ഈ സദനത്തിലേക്ക് ആത്മാവിനെ പ്രവേശിപ്പിക്കുമ്പോൾ ആത്മീയ ശക്തികളുടെയും ഭാവനയുടെയും അനിഷ്ടകരവും സമാധാന ഭഞ്ജകവുമായി, സമാധാനം കെടുത്തി കളയുന്ന രീതിയിലുള്ള, നമ്മൾ ഉദ്ദേശിക്കുന്ന വിരുദ്ധമായിട്ടുള്ള സാധാരണ ചലനങ്ങളെല്ലാം നിലയ്ക്കുന്നുവെന്ന് തോന്നും. നമ്മുടെ കർത്താവ് അധിവസിക്കുന്ന ഉത്തമ സ്വർഗത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ പോലെ ചലനത്തിന് വിധേയമല്ലെന്നാണല്ലോ പറയാറുള്ളത്. ഈ ഒരു വിശദീകരണ ഭാഗം അന്ന് അതിനൊരു അടിക്കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. പുണ്യവതിയുടെ സമകാലികരായ വേദശാസ്ത്രജ്ഞന്മാർ അക്കാലത്ത് നിലവിലിരുന്ന ജ്യോതിശാസ്ത്ര തത്വങ്ങളെ ആധാരമാക്കി പ്രകാരം അഭിപ്രായപ്പെട്ടിരുന്നു. ആകാശമണ്ഡലത്തെ സംബന്ധിച്ച വസ്തുത അഭിപ്രായം ശരിയായിരുന്നുവെങ്കിൽ പ്രകൃതത്തിൽ സ്വീകരിച്ച ഉപമ സമുചിതമത്രേ. ഒരു ഉദാഹരണം പറയുകയാണ്. ഉദാഹരണം പക്ഷേ
അന്നത്തെ ഒരു ശാസ്ത്രീയ അവബോധത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. എന്ന് വെച്ചാൽ സ്വർഗത്തിൻ്റെ ദൈവം അധിവസിക്കുന്ന ഭാഗവും മറ്റു ഭാഗങ്ങൾ അതേക്കുറിച്ച് എന്ത് ചില വിശദീകരണങ്ങളാണ്. അതും ചലന വിധേയമല്ലെന്നാണ് അന്ന് കരുതിയിരുന്നത്, അങ്ങനെ വാദിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിൽ ദൈവം ഇങ്ങനെ വസിക്കുമ്പോൾ, നമ്മുടെ ആത്മാവിൻ്റെ അന്തര ആഴങ്ങളിൽ വസിക്കുമ്പോൾ ആത്മാവിൻ്റെ മറ്റു മേഖലകളും അതേ അനുഭവത്തിലേക്ക് തന്നെ വരും. അതാണ് അമ്മത്തെ സമർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ അനുഗ്രഹം നൽകത്തക്ക പദവി ആത്മാവ് പ്രാപിച്ചു കഴിഞ്ഞാൽ ആത്മരക്ഷ ഭദ്രമാണെന്നും പിന്നെ അവൾ പാപത്തിന് വീഴുകയില്ലെന്ന് ഞാൻ സമർത്ഥിക്കുന്നുവെന്ന് തോന്നിയേക്കാം. ഞാൻ അങ്ങനെ പറയുന്നില്ല. അപ്പം അമ്മത്തെ പറയുന്ന ഉത്തമ സ്വർഗത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ ആ ഒരു ഉദാഹരണം നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം അന്നത്തെ ഒരു അപൂർണമായ ശാസ്ത്ര അവബോധത്തിൽ നിന്നും വന്ന് അതിനെ ബേസ് ചെയ്ത് അമ്മത്തെ പറയാൻ നോക്കുന്നതാണ്. അതിപ്പോൾ നമുക്ക് പ്രസക്തമല്ല, അത് വിട്ടാൽ മതി. അപ്പോൾ ഇവിടെ അമ്മത്തെ തുറന്ന് പറഞ്ഞു വരുന്ന ഉദ്ദേശം ഇതാണ്. ഇത്രയും ഒരു പദവി പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ആത്മരക്ഷ ഭദ്രമാണെന്നും പിന്നെ അവൾ പാപത്തിൽ വീഴുകയില്ലെന്ന് ഞാൻ സമർത്ഥിക്കുന്നു തോന്നിയേക്കാം. ഞാൻ അങ്ങനെ പറയുന്നില്ല. പക്ഷെ അങ്ങനെയൊന്നും വിചാരിച്ചേക്കരുത്. ഇത്രമായി നദിയിലെ വെള്ളം വലിയ നദി ചെന്ന്, തോട്ടിലെ വെള്ളം വലിയ നദി ചെന്ന് ലയിച്ചു, ഇനി വേർതിരിക്കാൻ പറ്റുകയെന്ന് പറയുന്ന വാസ്തവം തന്നെയാണ്. എങ്കിൽ പോലും നമ്മുടെ മരണം വരെയും നമ്മുടെ സ്വതന്ത്ര മനസ്സ് നമുക്കുണ്ട്, നമ്മുടെ വില്ല് നമുക്കുണ്ട്, ഇച്ഛാശക്തി നമുക്ക്. അത്ര ലയിച്ചു കഴിഞ്ഞ അവസ്ഥയിലും ഞാനെന്ന വ്യക്തിക്ക് ദൈവത്തിനോട് നോ പറഞ്ഞ് വീണ്ടും തിന്മയിലേക്കും പാപത്തിലേക്കും ദൈവത്തിൽ നിന്ന് പുറംതിരിഞ്ഞ് പോകാനായിട്ട് സാധിക്കും. സാധ്യത അവിടെയുണ്ട്. നമ്മൾ ചെയ്യത്തില്ല, പക്ഷേ ടെക്നിക്കലി ഇറ്റ്സ് പോസിബിൾ എന്നൊരവസ്ഥ. ചിലപ്പോഴൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട്, മാലാഖമാർക്ക് സ്വർഗത്തിലെ പാപം ചെയ്യാൻ പറ്റുമോ? മാലാഖമാർക്ക് സ്വതന്ത്രമായ സ്വന്തത്തോളം കാലം പാപം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അവർ ചെയ്യില്ല, ചെയ്യാൻ മേലായില്ല. ചെയ്യാൻ വേണമെങ്കിൽ, പക്ഷെ ചെയ്യില്ല, ചെയ്യാൻ പറ്റുകയില്ല. അങ്ങനത്തെ അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നവർ എന്ന് വേണം പറയാനായിട്ട്. എന്ന് പറഞ്ഞ പോലെ ഇങ്ങനത്തെ അവസ്ഥയിൽ വന്ന ഒരു വ്യക്തിക്ക് ദൈവത്തെ വിട്ടു പോകാൻ, ആത്മരക്ഷ നഷ്ടപ്പെടുത്താൻ പറ്റുകയില്ലെന്നാണ്, നമുക്ക് വേദനിക്കാൻ പറ്റുകയില്ലാത്തപോലെ ഐക്യപ്പെട്ട് ദൈവവുമായിട്ട്. എങ്കിലും സ്വന്തമായ ഇച്ഛാശക്തി മരണം വരെയും അവസരം ഉള്ളത് കൊണ്ട് സാധ്യതയുണ്ട്. ആത്മഭദ്രമായ അവസ്ഥയിലാണെന്നും മറ്റും എവിടെയെങ്കിലും ഞാൻ പറയുന്നത് ദൈവം ആ സ്ഥിതിയിൽ അവളെ സംരക്ഷിക്കുകയും അവൾ അവിടുത്തെ ദ്രോഹിക്കാതിരിക്കുകയും ചെയ്യുന്നിടത്തോളം കാലം എന്ന് ധരിക്കേണ്ടതുള്ളൂ. ദൈവം അവളെ സംരക്ഷിക്കും ആ കാലം. അങ്ങനെ ദൈവത്തിന് ഒരിക്കലും അവളെ തള്ളി പറയാൻ താല്പര്യമില്ല, ദൈവം വിട്ട് തള്ളി പറയാൻ. പക്ഷെ നമ്മളാണ് വിഷയം. നമ്മൾ ദൈവത്തെ ദ്രോഹിച്ചുകൊണ്ട് ഇറങ്ങി പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ ഇറങ്ങി പോകാതിരിക്കുന്ന മാത്രം ഉള്ള അവസ്ഥയാണ് നമ്മുടെ ആത്മരക്ഷ ഉറപ്പായി എന്ന് പറയുന്ന അവസ്ഥ. അങ്ങനെ ഒരവസ്ഥ പ്രാപിച്ചെന്ന് ബോധ്യമാവുകയും അനേകം മത്സരങ്ങൾ ആ സ്ഥിതിയിൽ തുടരുകയും ചെയ്താൽ തന്നെയും സ്വന്തം നില തികച്ചും സുരക്ഷിതമെന്ന് അവൾ കരുതുകയില്ല. തീർച്ച തന്നെ ഈ സാധ്യത എപ്പോഴും ഉണ്ട്. ഒരു ശബ്ദം പറഞ്ഞ മൺപാത്രങ്ങളായി നിത്യം നൽകപ്പെട്ടിരിക്കുന്നത്. അസത്യമായിട്ട് നടന്നാൽ എപ്പം വേണം തട്ടിപ്പൊട്ടി നിലത്ത് വീണ് തീർന്നു പോകാം, നീ നഷ്ടപ്പെട്ടു പോകാം. പ്രത്യുത ദൈവത്തെ അതിർത്തിപ്പെടുത്തുന്ന ഏറ്റവും ലഘുവായ കുറ്റം പോലും ചെയ്യാനിടയാകാതെ പൂർവാധികം ഭയത്തോടും കരുതലോടും വ്യാപരിക്കും. ഈ ഒരു ജാഗരൂകത, വിജിലൻസ് എപ്പോഴും ആവശ്യമാണ്. അത് ഈ അവസ്ഥയിൽ കൂടി വരും. നമുക്ക് പറയുകയാണ്, കൂടുതൽ തീഷ്ണതയോടെ അവിടുത്തെ ശുശ്രൂഷിക്കാൻ അവൾക്കുള്ള തീവ്രമായ ആഗ്രഹം ഞാൻ പിന്നീട് വിവരിക്കുന്നതാണ്. അതേപ്പറ്റി ഒരു വിധേയങ്ങൾ പറയുന്നുണ്ട്. ശുശ്രൂഷയിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോവുകയല്ല, പ്രവർത്തന നിരത അവസാനിപ്പിക്കുകയല്ല. അമ്മദേശം അവസാനം വരെ ഓടി നടന്ന് ജോലി ചെയ്ത ആളാണ്. ഈ ആത്മീയ അനുഭവം എല്ലാം ഉള്ളപ്പോഴും. അപ്പം ഇങ്ങനത്തെ അനുഭവങ്ങളിലേക്ക് വരുന്ന വ്യക്തികളെല്ലാം മാറ്റി വെച്ചിട്ട് കഥ കടച്ച് മുറിക്കുക, തീരെ അടച്ചുകൂട്ടി ഇരിക്കുകയോളൂ ചെന്ന് വേണ്ട. ഈ അനുഭവമായിട്ട് ഓടി നടക്കും. അതന്നെ അമ്മസേ പറയുന്നത്. ശുശ്രൂഷ കൂടുതൽ തീഷ്ണതയോടെ അവിടുത്തെ ശുശ്രൂഷിക്കുവാൻ അവൾക്കുള്ള തീവ്രമായ ആഗ്രഹം പിന്നെ വിവരിക്കുന്നതാണ്. സ്വന്തം കഴിവുകളുടെ കുറവും കടമകളുടെ വൈപുല്യവും ഓർക്കുമ്പോൾ നിരന്തരം അവൾ ലജ്ജാകുലയാകാറുണ്ട്. സ്വന്തം കഴിവുകൾ എത്ര കുറച്ച് മാത്രമാണ്, തൻ്റെ ശേഷി ഇത്ര നിസ്സാരമേ ഉള്ളൂ. പക്ഷെ ചെയ്യേണ്ട കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഒരുപാടാണ് ചെയ്യാൻ. അമ്മ അവസാനം വരെ ഓടി നടന്ന് നവീകൃത കർമ്മരിത്ത സഭയുടെ പുതിയ ഭവനങ്ങൾ ഉണ്ടാക്കുകയും അംഗങ്ങളെ സ്വീകരിക്കുകയും അവരെ പരിശീലിപ്പിക്കുകയും ഈ ആത്മീയ അനുഭവങ്ങൾ എഴുതുകയും പങ്കുവെക്കുകയും എല്ലാം ചെയ്ത ആളാണ്. വല്ലാത്ത രോഗാവസ്ഥയിൽ. അപ്പോൾ വൈപുല്യം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്, പക്ഷേ പറ്റുന്നില്ല എന്നുള്ളതിൻ്റെ വിഷമം. അങ്ങനെ അതോർക്കുമ്പോൾ നിരന്തരം അവൾ ലജ്ജാകുലയാകാറുണ്ട്. ആ വിചാരം തന്നെ അത്ര ലഘുവായ കുരിശല്ല, ഗരീയസായ പ്രായശ്ചിത്തം തന്നെയാണ്. ഈ നിസ്സഹായതയുടെ അനുഭവം തന്നെ ഒരു വലിയ സഹനമാണെന്ന് മസ്യ പറയുകയാണ്. ഈ ഘട്ടത്തിൽ പ്രായശ്ചിത്ത പ്രവൃത്തികൾ അനുഷ്ഠിക്കുന്നത് അവൾക്ക് ഉപരി പ്രിയങ്കരമായി വരും. പ്രായശ്ചിത്ത കൃത്യങ്ങൾ അനുഷ്ഠിക്കുക എന്ന് പറയുന്നത് വലിയ ആവേശമായിട്ട് മാറും.
തപക്രിയകൾ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലാത്ത വണ്ണം ആരോഗ്യവും ദേഹശക്തിയും ദൈവം എടുത്തു കളയുന്നതാണ് യഥാർത്ഥമായ പ്രായശ്ചിത്തം. പക്ഷേ ഒത്തിരി പ്രായശ്ചിത്തം രക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ആരോഗ്യം കൊണ്ട് പറ്റുന്നില്ല. പ്രായാധിക്യം, രോഗാവശത, ഇതുപോലെ പല പ്രായശ്ചിത്തങ്ങളും ചെയ്യാൻ മേലാത്ത പോലെ അങ്ങ് ശരീരം തീരെ ക്ഷീണിച്ച് പോയിരിക്കുന്നു എന്നുള്ളത് വേറൊരു വശത്ത് അനുഭവിക്കുന്ന ഞെരുക്കമാണ്. ഹല്ലേലൂയ. ഇതിൽ നിന്നുളവാകുന്ന ദുർവഹമായ വ്യസനം വേറൊരവസ്ഥ ഞാൻ വിവരിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ അതിലൊക്കെ വളരെ അധികം അത്ര നേരത്തെ പറയുകയുണ്ട്, തീക്ഷ്ണമായിട്ട് ദൈവത്തിന് വേണ്ടി ഒരുപാട് സഹിക്കണം, ഓടണം, പക്ഷെ പറ്റുന്നില്ലാത്തതിൻ്റെ വ്യസനം. പക്ഷെ ഇവിടുത്തെ അതിനേക്കാൾ അധികമാണ് ഇവിടെ ഇപ്പോൾ. ഇതിനെല്ലാം നിദാനം ആത്മാവ് വേരൂന്നിയിരിക്കുന്ന മണ്ണിൻ്റെ സവിശേഷതയാണ്. നല്ല നീരോട്ടമുള്ള നിലത്ത് നട്ടിരിക്കുന്ന വൃക്ഷം തഴച്ചു വളരുകയും ധാരാളം ഫലം തരികയും ചെയ്യുമല്ലോ. ഇവിടെ ആത്മാവ് ആകുന്ന വൃക്ഷം നിൽക്കുന്ന മണ്ണിൽ ഉള്ള നീരോട്ടം, നദിയുടെ തീരത്ത് നിൽക്കുന്ന വൃക്ഷത്തെ സംഘത്തിൽ ഒന്ന് പറയുന്നുണ്ടല്ലോ, ആ നദിയുടെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ നേരുള്ള സാന്നിധ്യമാണ്. അതിൽ നിന്നാണ് ആത്മാവ് വേരുകൾ കൊണ്ട് സ്നേഹം വലിച്ചെടുക്കുന്നത്. അപ്പോൾ നല്ല നീരോട്ടമുള്ള നിലത്തിട്ടിരിക്കുന്ന വൃക്ഷം തഴച്ചു വളരും, ധാരാളം ഫലം പുറത്തിറങ്ങുകയും ചെയ്യും. അപ്പോൾ ആത്മാവിൻ്റെ ഉള്ളിലുള്ള ദൈവസാന്നിധ്യ സ്നേഹാനുഭവം എന്ന നിറഞ്ഞ നദി, സ്വർഗീയ നദിയുടെ അനുഭവം, ഈശോ തരുന്ന ഈ ജീവജലം, ഞാൻ നൽകുന്ന ജീവജലം, അത് നേരിട്ട് അനുഭവിക്കുന്ന അവസ്ഥയിലാണ് ആത്മാവ്. അപ്പം അതനുസരിച്ച് ആത്മാവ് തഴച്ചു വളർന്ന് ഫലം പുറപ്പിക്കാനായിട്ട് വെമ്പുകയാണ്. മേൽ പ്രസ്താവിച്ചതുപോലെ ആത്മാവിൻ്റെ സാക്ഷാത്തായ ചേതസ്, സ്പിരിറ്റ് സ്വർഗീയ സലിലവുമായി, സ്വർഗീയ ജലവുമായി താതാത്മ്യം പ്രാപിച്ചിരിക്കുന്ന സ്ഥിതിക്ക് അവിടെ അഭിലാഷ വിശേഷത്തെക്കുറിച്ച് വിസ്മയിക്കാൻ വല്ലതുമുണ്ടോ? അപ്പോൾ സ്വർഗീയ ജലാശയമായിട്ട് ഇങ്ങനെ ആത്മാവ് നമ്മുടെ ഉള്ളിൻ്റെ ചേർന്നിരിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ ആഗ്രഹവും ആവേശവും തീഷ്ണത എല്ലാം ആത്മാവ് അനുഭവിക്കുന്ന അവസ്ഥയാണ്. ഇവിടെ തീഷ്ണതയ്ക്ക് ഒട്ടും ആശ്ചര്യപ്പെടേണ്ട കാര്യമില്ല എന്ന് നമ്മൾ പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ.